സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. നമസ്തേ. വൃന്ദാവൻ ബാലഗോകുലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കപ്ലിയങ്ങാട് ഭരണി മഹോത്സവത്തെക്കുറിച്ചും കപ്ലിയങ്ങാട് അമ്മയുടെ ക്ഷേത്ര പെരുമയെക്കുറിച്ചും ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും അവസാനം വരെ ഒന്ന് കാണണേ. തൃശ്ശൂർ ജില്ലയിലെ വടക്കേക്കാട് പഞ്ചായത്തിൽ കൗക്കാനപ്പെട്ടി ദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കപ്ലിയങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്രം. 21 ദേശത്തിനും അധിപതിയായി വാഴുന്ന അമ്മയുടെ അനുഗ്രഹത്തിനായി നാനാദേശത്തു നിന്നും ഭക്തർ എത്തിടുന്നു. 18 കാവുകൾ എന്നറിയപ്പെടുന്ന ദേവീ ക്ഷേത്രങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. രാജകീയ പ്രൗഢിയോടുകൂടി വാഴുന്ന അമ്മയുടെ ആചാരങ്ങൾ അണുവിട തെറ്റാതെ വർഷം തോറും ദേശക്കാർ ആചരിച്ചു വരുന്നു. ഈ വർഷത്തെ കുംഭഭരണി മഹോത്സവത്തിന് 2026 ജനുവരി 24 1201 മകരം 10 ശനി കൊടിയേറ്റത്തോടുകൂടി കളംപാട്ടുകൾ ആരംഭിച്ച് 2026 ഫെബ്രുവരി 21 നാട്ടുതാലവും ഫെബ്രുവരി 22 അശ്വതി വേലയും ഫെബ്രുവരി 23 കുംഭഭരണിയും ഫെബ്രുവരി 24 കാർത്തിക ദിവസത്തെ പ്രസിദ്ധമായ പ്രസാദ ഊട്ടോടുകൂടി ഈ വർഷത്തെ ഉത്സവത്തിന് കൊടിയിറങ്ങുന്നു. ഭക്തി നിർഭരമായ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി മുല്ലപ്പള്ളി മനയ്ക്കൽ ബ്രഹ്മശ്രീ ശശിധരൻ ഭട്ടതിരിപ്പാടും ക്ഷേത്രം മേൽശാന്തി റോഷിൻ ശരണ്യഭവൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. ചിരപുരാതനവും പൗരാണിക പ്രസിദ്ധവുമായ കപ്ലിയങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ 2026 ജനുവരി 24 1201 മകരം 10 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പരൂർ ശിവക്ഷേത്രത്തിൽ നിന്നും കപ്ലിയങ്ങാട് തറവാട്ടിലെ മുതിർന്ന അംഗം കൊടിക്കൂറ ഏറ്റുവാങ്ങി പൂത്താലത്തിൻ്റെയും ചെണ്ടമേളത്തിൻ്റെയും കോമരത്തിൻ്റെയും അകമ്പടിയോടുകൂടി ദീപാരാധനയ്ക്കു ശേഷം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. ക്ഷേത്രം ഊരാളൻ കൊടിക്കൂറ ഏറ്റുവാങ്ങി ദേവീപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ക്ഷേത്രം തന്ത്രി താന്ത്രിക വിധി പ്രകാരം ചടങ്ങുകൾ നടത്തി ഭക്തജന മനസ്സുകളിൽ ആത്മനിർവൃതിയുടെ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഈ വർഷത്തെ ഉത്സവത്തിന് കൊടിയേറ്റ് നടത്തുന്നു. ഉത്സവ ചടങ്ങുകളിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ദേശത്തെ ചോപ്പന്മാരെ കൊടിയേറ്റത്തിന് ശേഷം ക്ഷേത്ര കോമരവും ഭക്തജനങ്ങളും ചേർന്ന് ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നു. പാട്ടമ്പലത്തിനുള്ളിൽ കുരുത്തോല പന്തലിട്ട് പഞ്ചവർണ്ണ പൊടികൾ ഉപയോഗിച്ച് തീർക്കുന്ന പത്മകളത്തിലേക്ക് ദേവിയെ കന്യകാതാലത്തോടും പാൽക്കുടത്തോടും കൂടി എഴുന്നള്ളിച്ച് നന്ദുണിയുടെ താളത്തിൽ ദേവിയെ സ്തുതിച്ചു പാടുന്നു. തുടർന്ന് പാട്ടമ്പലത്തിൻ്റെ വടക്കുഭാഗത്ത് ഗുരുതി തർപ്പണം നടത്തുന്നതോടുകൂടി ഓരോ വഴിപാടു കളങ്ങളും അവസാനിക്കുന്നു. കപ്ലിയങ്ങാട്ടമ്മയുടെ ഏറ്റവും വിശേഷപ്പെട്ട പ്രസാദമാണ് കവുങ്ങിൻ കൂമ്പാളയിൽ കുത്തിപ്പുഴുങ്ങിയ അട ഉണ്ടാക്കി സമർപ്പിക്കുന്നത്. പുരാതന കാലങ്ങളായി ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങാണിത്. ഇതിനായി ധാരാളം ഭക്തർ നാനാദേശങ്ങളിൽ നിന്നും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. കുംഭഭരണി ദിവസം ഉച്ചയോടെ തന്നെ ഭക്തർ ക്ഷേത്രത്തിൽ സ്ഥാനം പിടിക്കും. രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം മേൽശാന്തി അടുപ്പിൽ തീ പകരുന്നതോടെ അടപുഴങ്ങലിന് തുടക്കമാകും. കാർത്തിക ദിവസം രാവിലെ പയ്യപ്പന്തലിൽ ഓരോ ഭക്തരും ഉണ്ടാക്കിയ അടയുടെ ഒരു വീതം
അമ്മയ്ക്ക് സമർപ്പിച്ചാണ് പിരിഞ്ഞുപോക്ക്. ക്ഷേത്രത്തിലെ ഭക്തി നിർഭരമായ കാഴ്ചയാണിത്. അമ്മയുടെ ശക്തി ചൈതന്യമാണ് ഈ വേളയിൽ ഭക്തർ അനുഭവിക്കുന്നത്. ജഗത് മാതാവായ പരാശക്തിയെ പൂജിക്കുമ്പോൾ തമസിനെ അകറ്റി വെളിച്ചത്തിനായി പ്രാർത്ഥിക്കുന്നതാണ് ഈ ചടങ്ങിനുള്ള സങ്കല്പം. കടുത്ത ചൂടും ശ്വാസം മുട്ടിക്കുന്ന പുകയും ശബ്ദമുഖരിതമായ അന്തരീക്ഷവും സ്ത്രീകൾക്ക് ഏത് പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള പ്രാപ്തി നൽകുന്നു. ദാരിദ്ര്യശമനം, സ്ത്രീകളുടെ മനഃശാന്തി, കുടുംബശ്രേയസ്, ദാമ്പത്യ ഗുണങ്ങൾ, രോഗമുക്തി ഇവയെല്ലാം ഈ നൈവേദ്യം പ്രദാനം ചെയ്യുന്നു. കപ്ലേങ്ങാട്ട് അമ്മയെ പുനഃപ്രതിഷ്ഠ നടത്തിയത് മീനമാസത്തിലെ മകം നാളിലാണ്. ഭജനയും തോറ്റങ്ങളും കീർത്തനങ്ങളും അമ്മയ്ക്കേറെ ഇഷ്ടം. അതുകൊണ്ടുതന്നെ വഴിപാടായി വരുന്ന കളംപാട്ടിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് കുംഭഭരണി ഉത്സവത്തിൻ്റെ കൊടിയേറ്റം. പിന്നീടുള്ള ദിവസങ്ങൾ മേളവും താലവും കളംപാട്ടുമായി അമ്മയുടെ തട്ടകം നിറഞ്ഞു നിൽക്കും. ഉത്സവം കൊടിയേറിക്കഴിഞ്ഞാൽ ദേശത്തെ ചോപ്പന്മാരെ മേള അകമ്പടിയോടെ തേടിപ്പോവുക പതിവാണ്. ഈ ദിവസമെഴുതുന്ന കളം അടുത്ത ദിവസത്തെ പഴം കളമായി ആചരിച്ചു വരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലാണ് വഴിപാടുകൾ തുടങ്ങുക. കുത്തിയൊരുക്കാൻ സ്ത്രീകളും താലമെടുക്കുവാൻ കന്യകമാരും കളത്തിലപ്പനും ചോപ്പന്മാരും മേളക്കാരുമായി ഭരണി കഴിഞ്ഞ് പിരിച്ചൽ വരെയും ക്ഷേത്രസന്നിധിയൊരു ഭക്തിസാന്ദ്രമാണ്. ശിവരാത്രി ദിവസം ഭക്തർ ഇളനീർക്കുലയും പഴക്കുലയും സമർപ്പണത്തിനായി ക്ഷേത്രത്തിലെത്തുക പതിവാണ്. കുംഭഭരണിയോടടുത്ത ദിവസങ്ങളിൽ ദേശത്തെ ചോപ്പന്മാർ ചുവപ്പ് കച്ച കെട്ടിച്ചുറ്റി ഓലക്കുട ചൂടി ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി പകർന്നു നൽകിയ കുത്തുവിളക്കുമായി ദേശത്തേക്ക് ഇറങ്ങുന്നു. ദേശത്തെ പ്രജകളെ കണ്ട് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും പ്രദാനം ചെയ്ത് മാറാവ്യാധികൾക്കൊരു പരിഹാരമായി ക്ഷേമാന്വേഷണത്തോടെ ഉത്സവത്തിൻ്റെ വരവ് അറിയിക്കുന്നു. കുംഭമാസത്തിലെ രേവതി നാളിലാണ് നാട്ടുതാലം. അശ്വതി നാളിൽ താഴത്തേക്കാവിൽ വേല മഹോത്സവവും. അശ്വതിവേല ആഘോഷങ്ങൾക്ക് അരിയെറിഞ്ഞതിനു മുൻപ് താഴത്തേക്കാവിലെ കോമരവും മേലേക്കാവിലെ കോമരവും ഉപചാരം ചൊല്ലി പിരിഞ്ഞ് ആഘോഷങ്ങളെ അരിയെറിഞ്ഞ് കയറ്റുവാനുള്ള അനുവാദം താഴത്തേക്കാവിലമ്മയ്ക്ക് നൽകിക്കൊണ്ട് മേലേക്കാവിൽ അമ്മ മായുകയും ചെയ്യുന്നു. വേല ദിവസം രാത്രി പുരാതനമായി പാണരുമേളം കൊട്ടുന്ന കുടുംബക്കാർക്ക് മേളം കൊട്ടി പിരിയുകയും പുലർച്ചെ 4 മണിക്ക് വേലതാലവും നടക്കുന്നു. കുംഭമാസത്തിലെ ഭരണി നാളിൽ വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കപ്പെടുന്ന വടക്കേ വാതിലിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ പട്ടും താലിയും ചാർത്തൽ ചടങ്ങുകളും നടക്കൽ പറവെപ്പും നടക്കുന്നു. ഭരണി ദിവസം രാവിലെ മുതൽ കപ്ലേങ്ങാട്ട് അമ്മയുടെ വിശേഷപ്പെട്ട വഴിപാടായ അട കുത്തിപ്പുഴുങ്ങി സമർപ്പണത്തിനായി ഭക്തജനങ്ങൾ കുടുംബസമേതം ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും സ്ഥാനം പിടിക്കും. വൈകിട്ട് 4 മണിയോടുകൂടി വടക്കേക്കാട് സമുദായത്തിൻ്റെ തട്ടിന്മേൽ കളി നടക്കും. അതിനുശേഷം ക്ഷേത്ര കോമരം, തിറ, പൂതൻ മറ്റു ആഘോഷങ്ങളെയും അരിയെറിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഉത്സവങ്ങൾ ക്ഷേത്രം ഒരു വട്ടം പ്രദക്ഷിണം ചെയ്ത് വടക്കേ നടയ്ക്കൽ അവസാനിപ്പിച്ച് വടക്കേ ഗേറ്റ് വഴി പുറത്തേക്ക് പോവുകയും ചെയ്യും. അത്താഴപൂജയ്ക്ക് ശേഷം മേൽശാന്തി അട പുഴങ്ങാനെത്തിയവരുടെ അടുപ്പിലേക്ക് തീ പകരും. പുലർച്ചെ ഭരണിതാലവും നടക്കും. ഭരണിതാലവും എടുക്കുവാനായി നിരവധി പേർ ക്ഷേത്രത്തിൽ തന്നെ തമ്പടിച്ചിരിക്കും. കാർത്തിക ദിവസം വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രത്തിൻ്റെ വടക്കേ ഭാഗത്ത് വലിയ ചരക്കിൽ നിറയെ പായസം വെച്ച് ദേവിക്ക് നിവേദിക്കും.
തുടർന്ന് അത് പ്രസാദമായി ഭക്തജനങ്ങൾക്ക് കൊടുക്കും. താഴത്തേക്കാവിലെയും മേലേക്കാവിലെയും വടക്കുഭാഗത്തെ ഗുരുതി കഴിയുന്നതോടെ അട പുഴുങ്ങാനെത്തിയവരെ അരിയെറിഞ്ഞ് പിരിച്ചുവിടും. ഉണ്ടാക്കിയ അട ഒരു വിഹിതം പയ്യപ്പന്തലിൽ സമർപ്പിച്ച് അടുത്ത ആണ്ടിന് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് അമ്മയോടുള്ള മനമുരുകിയ പ്രാർത്ഥനയോടെ തിരിഞ്ഞു നോക്കാതെ അവർ നടന്നകലും. ജാതി മതഭേദമന്യേ കാർത്തിക ദിവസം നടത്തിവരുന്ന കപ്ലയങ്ങാട് അമ്മയുടെ വിശേഷപ്പെട്ട പ്രസാദഊട്ട് കഴിയുന്നതോടെ ഒരു വർഷത്തെ കുംഭഭരണി ഉത്സവത്തിന് കൊടിയിറങ്ങും. ഏവർക്കും കുംഭഭരണി ആശംസകൾ. കപ്ലയങ്ങാട്ട് അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമസ്തേ.